ആദ്യമായിട്ട് ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അത് സൂപ്പറായിട്ട് വരുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീല് അതൊന്ന് വേറെ തന്നെയാണല്ലേ. കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ എന്ത് പരീക്ഷിച്ചാലും അത് അടിപൊളിയായി വരുമ്പോൾ കിട്ടുന്നൊരു ഫീല്. അപ്പോൾ നമ്മളിന്ന് ക്യാരറ്റ് പുഡിംഗ് ആണ് കേട്ടോ ട്രൈ ചെയ്തത്. നമ്മളൊരു പുതിയ ഗ്രേറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ ബ്ലേഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിലാണ് നമ്മൾ സോട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 100 ml വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അതൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറിയതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആ പാലിൽ കിടന്നിട്ട് ആ ക്യാരറ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടിന്ന് മിൽക്ക് മെയ്ഡ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് മധുരം കുറച്ച് കുറയും, അതിന് കണ്ടിട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം സെറ്റായി വന്ന സമയത്ത് ഇനി നമുക്കതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് നമുക്കൊരു മിക്സ് ചെയ്തതിന് ശേഷം ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് തണുത്ത് വന്നതിന് ശേഷം നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.